ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മെൻഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും അവൾക്ക് ഒരു നെഗറ്റീവ് പോലും പറയാതെ അവളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു വ്യക്തിയുടെ ഒരു തീവ്രരോധനം, കാരണം അവരുടെ ഒരു വിഷമത്തിനുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മുണ്ടൂർ വത്സല. അപ്പോൾ വത്സല ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. രേണു സുധി ഔട്ടായി. വത്സലെ, അവൾ ഔട്ടായതുമല്ല, അവളെ ഔട്ടാക്കിയതുമല്ല, അവൾ സ്വയം കിറ്റ് ചെയ്ത് പുറത്തോട്ട് പോയതാണ്. കേട്ടല്ലോ. ഔട്ടായപ്പോ ഒരു ഫാൻസുകാരെയും കണ്ടില്ല, ഒരു PR വർക്കെയും കണ്ടില്ല, ഒരു സുഹൃത്തുക്കളെയും എയർപോർട്ടിൽ ഞാൻ കണ്ടില്ല. അയ്യോടാ, അവൾ ഈ ഇറങ്ങി വരുമ്പം എല്ലാവരും കൂടി ഇന്ന് സ്വീകരിക്കുന്ന കാണാനായിട്ട് നീ അന്ന് അവിടെ ഡ്യൂട്ടി ചോദിച്ച് മേടിച്ചിരുന്നോ? നിരാശയായിപ്പോയില്ലേ? കഷ്ടം. പിന്നൊരു കാര്യം, PR വർക്കോ ഫ്രണ്ട്സോ കുടുംബമോ ആരും പോയിട്ടില്ലായിരുന്നു അവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ട് തിരിച്ചു വന്നത്. ഞങ്ങൾ പോകാതിരുന്ന കാരണം എന്താണെന്നറിയാവോ? മനസ്സില്ലായിരുന്നു. നീ അവിടെ ഒരു കേസ് കൊടുക്ക് കേട്ടോ. ഞങ്ങളുടെ സീസണിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയത്. പിന്നെ അവള് സീസണിൽ അവളുടെ സീസണിൽ അവൾ പോയത് ഒറ്റയ്ക്കാണ്. പിന്നെ രേണുസുതി ഈ സീസണിൽ പോയത് എല്ലാവരെയും വിളിച്ചോണ്ടല്ലേ ബിഗ് ബോസിനകത്തോട്ട് പോയത്. ഓടിയെന്ന് എനിക്കാരും സുഹൃത്തുക്കൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കൊറോണ പ്രശ്നമാണ്. ഞാൻ നേരെ കോയമ്പത്തൂർ വന്ന് ചെന്ന് ഇറങ്ങിയത്, കൊച്ചിയിൽ പോലും അല്ല. അത് ശരിയാ. കോയമ്പത്തൂർ എയർപോർട്ടിലെ ഈ ഫ്രണ്ട്സുകളൊന്നും അവിടെ അലോഡല്ല, വിളിക്കാൻ ചെല്ലാനേ ഫ്രണ്ട്സുകളൊന്നും അലോഡ് അല്ലാത്തത് കൊണ്ടാണ് ഇവളെ വിളിക്കാൻ ഫ്രണ്ട്സൊന്നും വരാതിരുന്നത്. പക്ഷേ കൊച്ചിയിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ആനയും അമ്പാരിയും താലവെട്ടും ഒക്കെ ആയിട്ട് ഇവളെ സ്വീകരിച്ചുകൊണ്ട് പോയേനെ ആൾക്കാരെ. അപ്പോൾ ഈ പറയുന്ന രേണു സുധി കൊച്ചി എയർപോർട്ട് വന്നപ്പോൾ ഈ പറയുന്നത് എന്താണ്, ജീനയല്ല സജീന വ്ളോഗ്സ്. അയ്യോ, ചങ്കുമായിരുന്നല്ലോ, കണ്ടില്ലല്ലോ. ജസ്ല മാടശ്ശേരി, ജസ്ല ഞങ്ങളുടെ സീസണിലുണ്ടായിരുന്ന കൊച്ചാണ്. ആ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ സ്വന്തം സുഹൃത്ത് എന്ന് പറയുന്ന ദിയാസന ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ആർക്ക് വേണമെങ്കിലും പിക്ക് ചെയ്യാൻ പോവുക സുഹൃത്തുക്കൾക്ക്. ഇത് ഭയങ്കര സുഹൃത്താണ്, എന്റെ ചങ്കാണ്, കരളാണ്, ചങ്കെടുപ്പാണ് എന്ന് പറയുന്നത്. സജീനനെ ആ പരിസരത്ത് കണ്ടില്ലല്ലോ. അതെ മുണ്ടൂര് വത്സലേ, എനിക്ക് എയർപോർട്ടിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല രേണുസുധിയുടെ ഫ്രണ്ടാണ് ഞാനെന്നും പറഞ്ഞു രേണു പോകുന്നിടത്തും നിൽക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും കൂടെ നിന്നാലേ ഫ്രണ്ടാവുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അതൊരു തെറ്റിദ്ധാരണയാണ്. ജസ്ലയെ വിളിക്കാൻ കൂട്ടുകാർ വന്നെന്ന് പറഞ്ഞു, നിന്നെ വിളിക്കാൻ എന്തേ ഒരു കൂറ പോലും വന്നില്ല? ആദ്യം നീ നിന്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്ക്, എന്നിട്ട് മതി അടുത്തവരെ വീട്ടിലെ അടുപ്പ് കത്തിച്ചോ എന്ന് നോക്കാൻ. കേട്ടാ? എന്തൊരു വൃത്തികെട്ട സ്വഭാവം അടി നിന്റെയൊക്കെ. ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പാ. കേട്ടാ? വീഡിയോ വെച്ച് അലക്കി പുട്ടടിക്കാൻ മാത്രം സജീനയ്ക്ക് പറ്റും. നാണോത്തില്ല, ഉളുപ്പില്ലെന്നാ ചോദിക്കുന്നത്. അയ്യോ, എന്റെ ചങ്കാണ്, എന്റെ കരളാണ്. വരട്ടെ എന്നല്ല, ഠോ എന്നാണ് വിളിക്കേണ്ടുന്നത്. അത് എവിടെ ചെന്നാണെന്ന് അറിയാമോ? കണ്ണാണിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് വിരൽ നേരെ ചൂണ്ടിയിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും പറയണം ഠോ 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 എന്ന്. മനസ്സിലായല്ലോ? എടി പരട്ടെ, ഞാൻ അതൊരു സംശയം ചോദിച്ചിട്ടെ, കൂട്ടുകാരി ആണെന്നും പറഞ്ഞുകൊണ്ട് ഏത് സമയം അവളുടെ കൂടെ നടക്കണമെന്ന് ആരടി പറഞ്ഞു തന്നത് നിൻ്റെ അടുത്ത്? പിന്നെ അവളെ വെച്ചുള്ള വീഡിയോ ഇട്ട് അലക്കി പുട്ടടിക്കാനാണ് എനിക്കിഷ്ടമെന്ന് നീ പറഞ്ഞല്ലേ? മുണ്ടൂര് വത്സലെ, ഞാൻ നിൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുട്ട് അധികം ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നെഞ്ചരിയും. അതുകൊണ്ട് പുട്ടല്ല എനിക്ക് ഇഷ്ടം. ഞാൻ വേറെ അപ്പോൾ ഇടിയപ്പം, ദോശ, ഇഡലി, സാമ്പാർ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്, പുട്ടല്ല കേട്ടോ. ഇനിയെങ്കിലും അബദ്ധങ്ങൾ വന്ന് പറയരുത് കേട്ടോടി മുണ്ടൂര് വത്സലെ. PR വർക്കുകൾ എല്ലാത്തിനും കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് സജീനയ്ക്ക്. ജസ്ല ഔട്ടായപ്പോൾ ജസ്ലനെ സ്വീകരിക്കാനായിട്ട് ദിയാസന വന്നിരുന്നു. എടി മുണ്ടൂരി വത്സലേ, അതാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത്. നീ വല്ലവരുടെയും കാര്യം പറയാതെ നിൻ്റെ സ്വന്തം കാര്യം പറയാൻ.
നീ ആ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ നിന്നെ വിളിക്കാൻ ആ റോഡിൽ പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും കുറയ്ക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പോകാൻ മനസ്സില്ലായിരുന്നു. കാരണം അവളെ വെച്ച് വീഡിയോ ഉണ്ടാക്കി നീ പറഞ്ഞതുപോലെ പുട്ടടിക്കാൻ മാത്രമാണ് എനിക്കിഷ്ടം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ അതങ്ങ് ചെയ്യടി മുണ്ടൂരി വത്സലേ. ഏത് ഘട്ടത്തിലാണെങ്കിലും അത് എന്തായാലും ഔട്ടായി അതിലൊരു വിഷമം കാണും. ആശ്വസിപ്പിക്കാനെങ്കിലും വരായിരുന്നു. സജീനെ, PR വർക്കേ, ചങ്കെ, കരളെ, എൻ്റെ അല്ല രേണുസുതിയുടെ പറച്ചലിന് മാത്രം പോരാ, പ്രവൃത്തിയിലും കാണിക്കാൻ നോക്ക് കേട്ടോ. ഔട്ടായതിൽ അവൾക്ക് യാതൊരുവിധ സങ്കടവുമില്ല. കാരണം അവൾ കിറ്റ് ചെയ്താണ് പുറത്തു വന്നത്, അല്ലാതെ എലിമിനേഷനിൽ വോട്ട് കുറഞ്ഞ് ഔട്ടായി പുറത്തു വന്നതല്ല. അതോർത്ത് എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ട കേട്ടോ. പിന്നെ എനിക്ക് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തിക്കാൻ ഒട്ടും ഇഷ്ടവുമല്ല, താല്പര്യവുമില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും മുണ്ടൂരി വത്സലേ? അത് നീ അങ്ങ് ചെയ്. കാണാൻ പോകുന്നതും പോകാത്തതും അത് എൻ്റെ ഇഷ്ടം. എനിക്ക് കാണണമെന്ന് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോയി കാണും. അതിന് നിൻ്റെ അനുവാദം എനിക്ക് വേണ്ട. പോവുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ നീ എന്തു ചെയ്യും? മുണ്ടൂരി എറിയോ? ഓടി. സ്വന്തം ഭർത്താവ് സുധി, കൊല്ലം സുധി ലൈവായിട്ട് ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയണം മാനസിക പ്രോബ്ലം ഉണ്ട് എൻ്റെ വൈഫിന്, അതിന് മരുന്ന് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിന് മറുപടി തരുന്നില്ല? അതെ, മറുപടി പറയാൻ മനസ്സില്ല. നീ ചോദ്യങ്ങൾ ചോദിക്കാനും അവൾ ഉത്തരം തരാനും നീ ആരാ? അവളുടെ ടീച്ചറോ? എടീ, അതിനുള്ള മറുപടി അന്തസ്സുള്ളവർക്ക് അവൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നീ കണ്ടിട്ടില്ല? എന്നാൽ പോയെന്ന് സെർച്ച് ചെയ്ത് നോക്ക്. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കണ്ടന് വേണ്ടിയിട്ട് സുധി ചേട്ടാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് മാനത്ത് നോക്കി നിലവിളിക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഫയർ, പുഷ്പ ഇത് കോപ്പി അടിച്ചിട്ട് ആ സിനിമയുടെ അല്ലു അർജുനും പറയുന്ന ഡയലോഗ് കോപ്പി അടിച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാണാം. ഇതല്ല ഗെയിം, മനസ്സിലായ? അപ്പൊ ഇത് രണ്ടും കണ്ടിട്ട് ബിഗ് ബോസ് ടീമുകാർ കപ്പ് കൊടുക്കൂല. അത് ശരിയാ, അതൊന്നും കണ്ടിട്ട് ബിഗ് ബോസ് കപ്പ് കൊടുക്കത്തില്ല. പിന്നെ ഈ മുണ്ടൂര് വത്സല അവിടെ എന്ത് കാണിച്ചിട്ടാണ് കപ്പും കൊണ്ട് തിരിച്ചു വന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടില്ല. ആ വീഡിയോ നിങ്ങൾ മിസ്സായിട്ടുണ്ട്. അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് ഇട്ട് തരാം. ദേ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു മുണ്ടൂർ വത്സല എന്ന് പറയുന്ന ദയാ അച്ചു. ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മതി. കൊല്ലരുത്, എനിക്ക് കഴിവില്ല. എനിക്ക് പെട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഇത്രയും ഈ ഒരു റൂമിൽ ഇത്ര പേര് കിടക്കണമല്ലോ പറഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം? ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ. ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ അനിയത്തി, അമ്മ, പെങ്ങളെ എല്ലാവർക്കും. കണ്ടല്ലോ, ബിഗ് ബോസിൽ നിന്ന് കാണിച്ച് കൂട്ടിയതിന് ആരാടെ നല്ല തെറി കൊടുത്തിട്ടുണ്ട്, ശരിക്കും ഏറ്റിട്ടുണ്ട്. അതിൻ്റെ അഭ്യാസ പ്രകടനങ്ങളാണ് ആ കാണിച്ചത് മൊത്തം. അവിടെ എല്ലാവരും കൂട്ടത്തോടെ കിടക്കുന്നുണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള ഒരു സങ്കടം. രണ്ടാമതാരുടെ പറഞ്ഞു, നിനക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും സഹോദരിമാരും? അയ്യോ ഇതാരായി പറയുന്നേ? അങ്ങനെ ഒരു വിചാരം ഉണ്ടായിട്ടാണോ നീ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ പുറവിനിങ്ങനെ നടന്ന് അവളെ തേജോവധം ചെയ്ത് അങ്ങ് നികൃഷ്ടമായിട്ട് സംസാരിച്ച് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്നത്? അങ്ങനെ ഒരെണ്ണം നിൻ്റെ മനസ്സിൽ ഉണ്ടോ? അപ്പം നിനക്ക് മാത്രമേ ആകത്തുള്ളൂ. ഏടാ മോളെ, നമ്മളെടുത്ത് വരുമ്പോൾ നമുക്കത് പൊള്ളും. വേറുള്ളവരെ പറയുമ്പോൾ നല്ല സുഖമല്ലേ കേട്ടോണ്ടിരിക്കാൻ? അതാണ് പറഞ്ഞത്, കർമ്മ ഈസ് ബൂമറാങ്. മോക്ക് ശരിക്കും കിട്ടിയിട്ടില്ലേ? എന്നിട്ട് പോലും നീ പഠിക്കുന്നില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണല്ലോ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കുശുമ്പും ചുണയും വെച്ച് പുട്ടടിക്കാൻ. നീ എന്നോട് പറഞ്ഞ കണക്ക് പുട്ടടിക്കാൻ. ഞാൻ മാന്യമായ രീതിയിൽ എനിക്കറിയാവുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞാൻ പുട്ടടിക്കുന്നത്. അതിൽ ഒരു ദ്രോഹം ഒരു ദോഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായല്ലോ? ഞാൻ ആരുടെയും വീടിന് അടുക്കള വശത്ത് വന്ന് എത്തി നോക്കുന്നതുമില്ല. എൻ്റെ കൺമുമ്പിൽ വരുന്ന വീഡിയോ അത് മെൻഷൻ ചെയ്തൊരു റിയാക്റ്റ് ചെയ്തൊരു വീഡിയോ ഇടണമെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. ഇനിയും ചെയ്യും, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, നാളെയും ചെയ്യും. ഓക്കെ? ഈ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞത് ആരുടെയും ധന്ധയുടെ വകയല്ല. എല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായങ്ങൾ പറയാൻ. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മൾ പറയുന്ന സത്യങ്ങൾ കേട്ട് പേടിച്ച് വിറയ്ക്കുന്നവർ, എന്നെ പേടിയുള്ളവർ മാത്രമാണ് എനിക്കെതിരെ ചാനൽ പൊട്ടിക്കും, അതേയും ഇതേയും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തിന്? തൻ്റെ ഇടം ചുണയുണ്ടെങ്കിൽ പരസ്പരം നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിലൊന്നും സജീനെ പേടിക്കത്തില്ല. എനിക്ക് ഇനിയും എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്തിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും.
പിന്നെ രേണുസുതിയുടെ കൂട്ടുകാരിയാണ്, അവളെ സപ്പോർട്ട് ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ രേണുസുതിയുടെ കൂടെ നടന്നാലേ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞാരാ? എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ഒരുപാടുണ്ട്, ഞാനും ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ്. അതറിയത്തില്ലേ ചേച്ചിക്ക്? ഇങ്ങനെ പുറകിൽ ഇങ്ങനെ അങ്ങ് നടക്കാൻ. മാത്രമല്ല രേണുസുതിയുടെ വീട്ടുകാരും പോയില്ല. PR വർക്ക്, നീയൊക്കെ പറഞ്ഞ് PR വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. PR വർക്കിന് പൈസ കൊടുത്തിട്ടാണ് പോകുന്നതെന്നാണല്ലോ നീയൊക്കെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ ഇറങ്ങുന്ന സമയത്തും അവർ നന്ദി കാണിക്കാൻ അവിടെ ഒരു PR വർക്കെങ്കിലും കാണണോ? അങ്ങനെ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ, രേണുസുതി ഒറ്റയ്ക്കാണ് അതിനകത്ത് പോയത്, അതുപോലെ ഒറ്റയ്ക്ക് തന്നെയാണ് തിരിച്ചു വന്നത്. അവൾക്ക് യാതൊരുവിധ അപകടങ്ങളോ ബുദ്ധിമുട്ടോ എവിടെയും ഉണ്ടായിട്ടില്ല. അവൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവളുടെ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്ത് എൻ്റെ കുട്ടി ഭയങ്കരമായിട്ട് വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ആ ദേക്കുട്ടിയല്ലേ, മുണ്ടൂർ വത്സല, ആ പേര് മറന്നു. നിൻ്റെ ഒഫീഷ്യൽ നെയിം അതല്ലേ, എന്തിനാ അത് കളഞ്ഞ? നല്ല പേരല്ലായിരുന്നു മുണ്ടൂർ വത്സല. അക്ക വിഷമിക്കണ്ട കേട്ടോ. അക്കയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ചങ്ങ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, രേണു ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഹെൽത്തിന് ചെറിയ ഇഷ്യൂ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഇൻട്രോ വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ എറണാകുളത്തോട്ട് പോകുന്നതെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു 2-3 ദിവസത്തിനകം വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ലൈവിൽ വന്ന് നിങ്ങളോടെല്ലാം സുഖവിവരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.